ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ഡിസംബർ മാസത്തിലെ ഒരു റീഡിംഗ് ആണ്. ഡിസംബർ മാസത്തിലെ തീം എങ്ങനെയാണ്, എന്തൊക്കെ ചലഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, എന്തായിരിക്കും ആ ഡിസംബർ മാസത്തിലെ ഒരു ഔട്ട്കം എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, നിങ്ങളുടെ എനർജീസുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, റീഡിംഗ് തുടങ്ങാം. നിങ്ങളുടെ ഈ ഒരു മാസത്തെ ഒരു എനർജി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങളുടെ കുറച്ച് പോസായ ഒരു എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഒരു വെയിറ്റിംഗ് എനർജി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാം. പല കാര്യങ്ങൾ നടന്ന് കിട്ടാൻ അല്ലെങ്കിൽ അത് മുന്നോട്ട് നീങ്ങാൻ കുറച്ച് കാലതാമസം എടുക്കുന്ന പോലെ ഒരു എനർജി നിങ്ങൾക്ക് ഈ ഒരു മാസം ഫീൽ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇടയ്ക്കൊക്കെ എവിടേക്കോ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഇത് തോന്നാം. അതൊരിക്കലും ഒരു പണിഷ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു പണിഷ്മെൻ്റ് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പരീക്ഷണമായിട്ടൊന്നും കരുതേണ്ട കാര്യമില്ല. ഇത് നിങ്ങളിലേക്ക് വരാനുള്ളൊരു കാരണം യൂണിവേഴ്സ് നിങ്ങളോട് പല കാര്യങ്ങളും വേറിട്ട രീതിയിൽ ചിന്തിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഡിലേസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരാൻ പോകുന്നത്. നമ്മളെല്ലാ കാര്യത്തിലും നമ്മുടെ കയ്യിലേക്ക് കൺട്രോൾ വെച്ച് നിൽക്കാതെ എങ്ങനെയാണോ പോകുന്നത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നീങ്ങാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ പല മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ടൈം കൂടിയാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, ഈ മാസത്തിലെ ഒരു തീം എന്ന് പറയുമ്പോൾ ഈ മാസത്തിൽ നിങ്ങൾ കുറച്ചും കൂടി ബാലൻസ് കൊണ്ടുപോകേണ്ട ഒരു മാസമാണ്. കുറച്ചും കൂടിയും ഹാർമോണിയും അതുപോലെ തന്നെ ക്ഷമ, പേഷ്യൻസ് വെക്കേണ്ട ഒരു മാസം കൂടിയാണ് ഈ ഒരു ഡിസംബർ മാസം എന്ന് പറയുന്നത്. ഈ ഒരു മാസം മേ ബി നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാം. അത് നിങ്ങളുടെ ജോലിയും പേഴ്സണൽ ലൈഫായിരിക്കാം, നിങ്ങളുടെ ഇമോഷണൽ തിങ്കിങ്ങും ലോജിക്കൽ തിങ്കിങ്ങും ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ഒരുപോലെ മാനേജ് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയായിരിക്കാം. പക്ഷേ എന്തായാലും ഈ ഒരു മാസത്തിലെ ഒരു തീം അനുസരിച്ചിട്ട് നിങ്ങൾ എപ്പോഴും ഒരു കാം ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം എന്നാണ് ഇവിടെ കാണുന്നത്. ഒരു മോഡറേഷനിലോട് കൂടി അതുപോലെ ഒരു കാം ആയിട്ടുള്ളൊരു നീക്കങ്ങളായിരിക്കണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക. കാരണം അതിന് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഒരു റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഒരു കാര്യങ്ങളും റഷ് ചെയ്തുകൊണ്ട് പോകാതിരിക്കുക. കാരണം ഡിവൈൻ ടൈമിംഗ് അല്ലാതെ നമ്മൾ എത്ര പുഷ് ചെയ്താലും കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ആ ഒരു ടൈമിനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനായിട്ട് ക്ഷമയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിലേക്ക് വരാനുള്ളൊരു ചലഞ്ച്, ഈ ഒരു മാസം നിങ്ങൾ ഫേസ് ചെയ്യാനുള്ളൊരു ബ്ലോക്സ് അല്ലെങ്കിൽ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞത് ഡെവിൾ കാർഡാണ്. അപ്പോൾ മേ ബി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഹാബിറ്റ്, നിങ്ങൾ പണ്ട് കൊണ്ടുപോയിരുന്ന ഏതെങ്കിലും ഒരു ഹാബിറ്റ് വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോക്സിക് പേഴ്സൻ്റെ എൻട്രി നിങ്ങളുടെ ലൈഫിലുണ്ടാകാം. എന്തെങ്കിലും ഒരു ടെംപ്റ്റേഷൻ, അഡിക്ഷൻ, ഇതൊന്നും അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്വയം പേടി, അറ്റാച്ച്മെൻറ്റ്സ് കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആ ഒരു കാര്യം ഒരു ചലഞ്ചായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് വിട്ടുമാറാനുള്ളൊരു ബുദ്ധിമുട്ട്, ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവമാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളുടെ സ്വഭാവമാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹാബിറ്റായിട്ട് ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് കുറേ നാളില്ലാതെ ചിലപ്പോൾ അത് വീണ്ടും തുടങ്ങി വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയ്ക്ക് ഈ ഒരു മാസം ഉണ്ട്. മേ ബി ഒരു ടോക്സിക് പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. നിങ്ങൾ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു ട്രാപ്പ് ആകാനോ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ അതിൽ നിന്ന് ഊരി വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരാണെങ്കിൽ നല്ല പോലെ ആലോചിച്ചുകൊണ്ട് നീങ്ങാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു പെട്ടുപോകാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഊരിപ്പോരാനോ പറ്റുന്നതാണ്. അതിനുള്ളൊരു പവർ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ ഈ ഒരു മാസം നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് എന്ന് പറഞ്ഞത്, ഒരുപാട് കാലമായിട്ട് നിങ്ങൾ പ്ലാനിങ് സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ ഒരു മാസം വീണ്ടും ഒരു പ്ലാനിങ്ങിലേക്ക് പോകാതെ ഒരു പെർഫെക്റ്റ് ടൈമിനായിട്ടായിരിക്കാം നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ ഒരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്ത് അതിങ്ങനെ പ്രോസസ്സിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഡിവൈൻ ടൈമിംഗ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആകുമ്പോൾ അത് ആക്ഷൻ എടുക്കാം എന്ന് വിചാരിച്ച് വിടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിനോ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ടൈമിനായിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക, ഡിസൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അടുത്തതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്ന കാര്യം.
അപ്പോൾ അത് മടിച്ചിട്ടാകണം നിങ്ങളെപ്പോഴും പിന്നിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, പ്ലാനിങ് കഴിഞ്ഞു, ഇനി ആക്ഷനിലേക്ക് പോകേണ്ട സമയമാണ്. ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിവിടെ സ്വീകരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സക്സീഡിനായിട്ട് ടീം വർക്ക്, കൊളാബറേഷൻ പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റിനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, കരിയർ ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആയിരിക്കാം, നിങ്ങളുടെ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അവർ എന്തായാലും നിങ്ങളത് ഷെയർ ചെയ്യുമ്പോൾ ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മടിച്ചു നിൽക്കുകയാണെന്തെങ്കിലും, എങ്ങനെയാകും, മറ്റുള്ളവരെങ്ങനെ കാണും എന്നുള്ള രീതിയിൽ നീങ്ങി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം ഒരു ടീം വർക്ക്, കൊളാബറേഷനൊക്കെയാണ്. അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫായാലും ഇപ്പോൾ കരിയർ ആണെങ്കിലും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്റ്റെപ്സിലേക്ക് നീങ്ങാനായിട്ട് ശ്രമിക്കാം. എന്തായാലും ഈ ഒരു മാസത്തെ ഒരു ഫൈനൽ മെസ്സേജ് ഒരു സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു മന്താണ്, ഒരു ഹീലിംഗ് മന്ത് കൂടി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ കുറേ നാളായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷസ് നിങ്ങളുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഈ ഒരു മാസം നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് ആകുന്ന ഒരു മന്തായിട്ടാണ് കാണുന്നത്. ഈ ഒരു മാസം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടാനോ, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മന്താണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു ഡിവൈൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്ന ഒരു മാസം കൂടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം ഒരു ബ്ലെസ്ഡ് ആയ ഒരു മന്താണ്, കുറച്ചും കൂടി ലൈറ്ററും അലൈൻഡ് ആയിട്ടുള്ളൊരു മന്ത് എന്ന് പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാണെങ്കിൽ, അത് റിലേഷൻസ് ആയിരിക്കാം, ടോക്സിക് പാറ്റേൺസിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, ടോക്സിക് പേഴ്സൺസ് ആയിരിക്കാം, നിങ്ങളുടെ തന്നെ എന്തെങ്കിലും ഫിയർ, അഡിക്ഷൻ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും അങ്ങനെ വരാണെങ്കിൽ അത് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ ഒരു മന്തിൽ നിങ്ങളുടെ എനർജി ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു മാസം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നീങ്ങാൻ പറ്റുന്നതാണ്. മാസത്തിൻ്റെ തുടക്കം ഒരുപാട് സ്റ്റക്കായ പോലെ, കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാത്ത പോലെ, നിങ്ങൾ ട്രൈ ചെയ്തിട്ടും കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നുള്ളൊരു നിലപാട് വരുമ്പോൾ അത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റേണ്ട ഒരു സമയമാണ്. അതുപോലെ ആ ഒരു പ്രോസസ്സിന് സമയം കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു ഡിസംബർ മാസത്തിലെ തീം, നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, ബ്ലോക്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ റെസനേറ്റ് ചെയ്തുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മന്തിന് ശേഷം കമൻറ്റ് സെക്ഷനിൽ വന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.